എന്താ ഇത്രയും സമയമായിട്ടും പാറുവിനെ കാണാതെ? അവള് സ്കൂളിൽ വരുന്നുണ്ടാവില്ലേ ഇന്ന്? ഇവള് വന്നില്ലെങ്കിൽ ഇന്ന് എങ്ങനെ ഞാൻ ക്ലാസ്സിലിരിക്കും? ലക്ഷ്മി, പാറു, നീ എന്താ ഇന്ന് സ്കൂളിലേക്ക് വരാൻ വൈകിയേ? അതില്ലേടി, ഞാനിന്ന് സ്കൂളിലേക്ക് നടന്നു വരുന്ന സമയത്ത് പകുതി എത്തുന്ന സമയത്താണ് എനിക്ക് ഓർമ്മയത് ഞാൻ ടിഫിൻ ബോക്സ് മറന്നു വെച്ചു. അപ്പോൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി ടിഫിൻ ബോക്സ് എടുത്തോണ്ട് വന്നു. അങ്ങനെയാ ലേറ്റായത്. ഇടി പാറു, നീ മാത്സ് ഹോംവർക്ക് ചെയ്തോ? അയ്യോ, ഞാനെഴുതിയില്ല. എനിക്കൊന്ന് ആ ബുക്ക് തരുമോടി? ഞാനൊന്നത് നോക്കി എഴുതിക്കോട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് എഴുതി വന്നിട്ട് ഇവിടെ നിന്ന് കോപ്പി അടിച്ച് എഴുതാണല്ലേ? ഇനി ഓർമ്മിപ്പിക്കുന്നതാ നല്ലത്. അതാണെങ്കിൽ എൻ്റെത് നോക്കി എഴുതില്ലല്ലോ. ശരിടി, ഇതാ നോട്ട്, നീ നോക്കി എഴുതട്ടാ. ലക്ഷ്മി, ഇവിടെ നോക്കി, ഇത് മീരി തന്നെയാണോ? നന്നായി മേക്കപ്പ് ചെയ്തതുപോലെ ഉണ്ടല്ലേ കാണാൻ. എന്ത് സുന്ദരിയായിട്ടുണ്ട്. ആ അതെ, നമുക്ക് അവളോട് ചോദിക്കാം എന്ത് ക്രീമാ തേക്കുന്നതെന്ന്. ഇല്ലടി, നമ്മൾ അവളോട് ചോദിക്കരുത്. നമ്മൾ ചോദിച്ചാൽ തന്നെ പറയും, അയ്യോ ഇതെന്റെ നാച്ചുറൽ കളറാ, ഞാനൊന്നും തേച്ചിട്ടില്ല, ഇത് എന്റെ അമ്മയുടെയും അച്ഛന്റെയും അതേ പാരമ്പര്യം എനിക്ക് കിട്ടിയതാന്ന് പറയും. അതുകൊണ്ട് അവളോട് ചോദിക്കണ്ട, അവള് പൊങ്ങും. അതുകൊണ്ട് അവളോട് ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. അത് കറക്റ്റ് ആടി നീ പറഞ്ഞത്. എടി ആദി, ആ ലക്ഷ്മിയും പാറും എന്നെ കാണുന്ന സമയത്ത് എന്തോ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നീ നോക്കിയാ അവരെന്നെ നോക്കിയിട്ടല്ലേ എന്തോ പിറുപിറുക്കുന്നത്? ഞാനിന്ന് നല്ല സുന്ദരിയായിട്ടില്ലേ? അത് കണ്ട് അസൂയപ്പെടുന്നതായിരിക്കും അവല്ലേ അവരെ? അതേ മേരി, ഇന്ന് നീ നല്ല സുന്ദരിയായിട്ടുണ്ട്, അത് കണ്ട് അസൂയപ്പെടുന്നതായിരിക്കും അവര്. അതിൽ ആ പാറുമില്ലേ, അവൾക്കായിരിക്കും കൂടുതൽ അസൂയ. എടി, ആ മഞ്ഞക്കിളി സുന്ദരിയില്ലേ, അവള് നേരത്തെ ഉണ്ട് ഈ സീറ്റിൽ നിന്ന് അപ്പുറത്തെ സീറ്റും അപ്പുറത്തെ സീറ്റിൽ നിന്ന് ഇപ്പുറത്തെ സീറ്റിലേക്ക് വരുന്നത്. കാണാതെ അവൾക്കൊരു അടി കൊടുക്കുന്നു. അയ്യോ, ആരാ എന്നെ അടിച്ചേ? സുന്ദരി, അത് നിന്നെ പാറു അടിച്ചതാ. എന്നെ എന്തിനാ അവള് വെറുതെ അടിക്കുന്നത്? ഞാൻ അവളോട് ചോദിക്കട്ടെ, അവളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ടീച്ചറെ കയ്യോടെ കൂട്ടി വരണേ. കണ്ടാൽ വരാൻ പറയണേ, നിങ്ങളുടെ ടീച്ചറെ കയ്യോടെ കൂട്ടി വരണേ. എടി പാറു, നീ എന്തിനാടി എന്റെ തലയിലടിച്ചത്? എന്ത്, ഞാൻ എന്റെ തലയിലടിച്ചതാ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ നിന്നെ അടിക്കാൻ? ഒന്ന് പോടി അവിടുന്ന്, എനിക്ക് വേറെ ജോലിയുണ്ട്. നീ പോയേ, എനിക്കിവിടെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. നിന്നെ അടിക്കാൻ എന്നെ അടിച്ചു. ഞാൻ അമ്മയോട് പറയും, എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. ഞാൻ അമ്മയോട് പറയും കേട്ടോ, നാളെ എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരും. ശരിക്കും പറഞ്ഞതാടേ, ഞാൻ നിന്നെ അടിച്ചിട്ടൊന്നുമില്ല. എന്റെ അമ്മയാണ് സത്യം, ഞാൻ നിന്നെ അടിച്ചില്ല. നീ ഇപ്പൊ എന്തിനാ കരയുന്നത്? കരയാണ്ടിരുന്നു, ഞാൻ നിന്നെ അടിച്ചിട്ടൊന്നുമില്ല. എനിക്കിപ്പോ നിന്നെ അടിക്കാനുള്ളതല്ല പണി. ഈ ബോയ്സ് ഒക്കെ ഉണ്ടോ ഇന്ന് ഡീസന്റ് ആയിട്ട് പെരുമാറാം? നീ ഇപ്പോൾ എന്തിനാടി ചിരിച്ചിട്ട് എന്നോട് സ്നേഹത്തോടെ എന്റെ പേരൊക്കെ വിളിക്കുന്നത്? എന്റെ പേര് വിളിക്കരുത്, എന്നോട് സംസാരിക്കുകയും ചെയ്യരുത്. ഹേ ഗേൾസ്, നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കേ, ഇത് ഞങ്ങളുടെ സീറ്റാ. ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്നെ ഇങ്ങനെ ചെയ്താൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ടുവരും. സോറി ഡേ, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. സോറി. ഇതെന്ത് പാറു, ബോയ്സ് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ ഫുൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? അതേടാ കെവിന്, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താടാ, എന്താ ഐഡിയ? ശരിടാ, സെറ്റ്. ഡാ രാഹുലേ, നിന്നെ PT മാഷ് വിളിക്കുന്നുണ്ട്, എന്താന്ന് ചോദിച്ചിട്ട് വാ. അതെയോ? ഞാൻ പോയിട്ട് വരാം. അവൻ വിശ്വസിച്ചു. എടാ, ഇത് രാഹുൽ തന്നതാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്ത് പാറുക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ശരിടാ. ലക്ഷ്മി, ഇത് രാഹുൽ തന്നതാ പാറുക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഇതൊന്ന് പാറുക്ക് കൊടുക്ക്. ഇതെന്താ സാധനം? നീ പാറുവിന്റെ കയ്യിൽ കൊടുക്ക്. പാറു, ഇത് രാഹുൽ തന്നതാണത്രേ. കെവിനും തന്നതാ. അതെങ്ങനെ നിനക്കറിഞ്ഞു? ഇന്നലെ അവരുടെ വീട്ടില് അവന്റെ ചേച്ചിയുടെ വളക്കാപ്പ് കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വിളിച്ചതാ, പക്ഷെ ഞങ്ങള് പോയില്ല. ചിലപ്പോ അതിന്റെ അപ്പം ബാക്കി ഉണ്ടായിരിക്കും, അത് കൊണ്ടുവന്നതായിരിക്കും. ഇതെന്താ ഉണ്ണിയപ്പം എന്ന് വിചാരിച്ചാൽ ഉണ്ണിയപ്പല്ലേ? എന്താ ഒരു ലെറ്റർ പോലെ ഉണ്ടല്ലോ. എടി ലക്ഷ്മി, എനിക്ക് ഹോംവർക്ക് എഴുതാനുണ്ട്. ഇത് നീ ഒന്ന് എനിക്ക് വായിച്ചു കേൾപ്പിക്കട്ടാ? ശരിടി, ഞാൻ വായിക്കാട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പാറുക്ക്, ഞാൻ രാഹുൽ എഴുതുന്നത്. പ്രിയപ്പെട്ട പാറു, എനിക്ക് നിന്നെ വളരെ
ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന് സ്വന്തം നിന്റെ രാഹുലേട്ടൻ. അയ്യോ, ഇതെന്താടി ഇവനെ എഴുതി വെച്ചേക്കുന്നത്? ലവ് ലെറ്ററോ? എന്നെ അവന് ഇഷ്ടമാണെന്നല്ലേ എഴുതിയത്. ഇതെങ്ങനെ എന്റെ അമ്മയ്ക്ക് അറിഞ്ഞാൽ എന്നെ കൊല്ലും. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഇടി പാറു, നീ കരയാതെടേ. നമുക്ക് അതിനുള്ള പരിഹാരം കാണാം. നീ ഇങ്ങനെ കരഞ്ഞാലോ ഇപ്പൊ നമ്മുടെ മാഷ് വരും. അവള് കരയുന്നുണ്ടടാ, അത് ഏറ്റവും തോന്നണേ. എടാ, രാഹുൽ വരുന്നുണ്ട്. ഒച്ച വെക്കല്ല, സംസാരിക്കല്ല, ഒന്നും അറിയാത്തതുപോലെ നിൽക്കാം. എടാ, ഇന്ന് നമ്മുടെ പി ടി മാഷ് വന്നിട്ട് പോലില്ല. നിങ്ങൾ എന്നെ വെറുതെ ആക്കിയതല്ലേ. ഞാൻ എല്ലായിടം പോയിട്ട് ഭാരതി മാഷിന്, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ പറ്റിക്കരുതെന്ന്. അതൊന്നുമില്ലടാ, നമ്മൾ ഉറക്കച്ചടവോടല്ലേ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഒരു മാഷ് പോകുന്ന സമയത്ത് നിന്നെ വിളിച്ചതുപോലെ തോന്നി. അതാ ഞങ്ങൾ പറഞ്ഞത്. സോറി. ഇടി പാറു, കരയാതെടി പാറു. ഇതാ അങ്ങോട്ട് നോക്ക്, നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അതാരാ കരയുന്നത്? ആരിത്? പാറുവോ? എന്താ പാറു, എന്ത് പറ്റി മോളെ? എന്ത് പറ്റി പാറു മോൾക്ക്? എന്താ കരയുന്നത്? ടീച്ചർ, അതിലെ ടീച്ചർ, രാഹുലില്ലേ? എന്റെ പേരെന്തിനാ അവളിപ്പോ പറയുന്നത്? എന്തു പറ്റി? എന്തിനാ എന്റെ പേരൊക്കെ അവള് പറയുന്നത്? മോളെ കരയാതെ കാര്യം പറ, എന്നാലല്ലേ ടീച്ചർക്ക് മനസ്സിലാവും. കരയാതെ കാര്യം പറഞ്ഞ. അതല്ലേ ടീച്ചറെ, രാഹുലില്ലേ, അവൻ എന്നെ ലവ് ചെയ്യുന്നല്ലോ. അവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടത്രേ. അങ്ങനെ പറഞ്ഞിട്ടാണ് ടീച്ചർ. എനിക്ക് പേടിയാവുന്നു ടീച്ചർ. ഇതെന്റെ അമ്മ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും ടീച്ചർ. എന്താ കുട്ടികളെ ഞാൻ ഈ കേൾക്കുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിത്? എടാ രാഹുലെ, അവിടെ നില്ലടാ, എണീച്ചു നില്ല്. ഐ സെഡ് സ്റ്റാൻഡ് അപ്പ്. 6ാം ക്ലാസ്സിൽ എത്തിയില്ല, അതിനു മുമ്പ് തന്നെ ഇങ്ങനെയുള്ള വികൃതികളാണ് നിങ്ങൾ കാണിക്കുന്നത്. അയ്യോ ടീച്ചറെ, ഞാനൊന്നും ചെയ്തില്ല ടീച്ചറെ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ടീച്ചറെ. എനിക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ടീച്ചറെ. രാഹുലെ, എനിക്കറിയാം മോനെ, നന്നായി അറിയാം. നീ ഇങ്ങനെയൊക്കെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ ക്ലാസ്സിലെ നല്ല കുട്ടീന്നും അറിയാം. നിന്റെ അപ്പുറത്തുള്ള രണ്ടുണ്ടല്ലോ, അവരായിരിക്കും ഇതിനൊക്കെ പിന്നിലെന്ന് എനിക്കറിയാം. എടാ എവിനെ, നീയാണോ ഇങ്ങനെ ചെയ്തത്? എണിച്ചെന്നില്ലടാ. അയ്യോ ടീച്ചറെ, ഞാനല്ല ചെയ്തത്. കെവിന് പറഞ്ഞിട്ടാ ഞാൻ എഴുതി കൊടുത്തത്. കെവിനാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. എനിക്ക് അപ്പോഴേ തോന്നി കെവിന്റെ പണിയായിരിക്കും ഇതെന്ന്. കെവിന്, അവിടെ നില്ലടാ, എണീച്ചുന്നില്ലേ. ഐ സെഡ് സ്റ്റാൻഡ് അപ്പ്. സോറി ടീച്ചറെ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ടീച്ചറെ. സോറി ടീച്ചറെ. ഇന്നത്തോടെ ഇത് നിർത്തിക്കോണം. നാളെ വരുമ്പോഴേക്ക് നീ നിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരണം, കേട്ടല്ലോ? ശരി ടീച്ചറെ, ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാം. മൗലി മോളെ, എനിക്കറിയല്ലേ, അവൻ അറിഞ്ഞിട്ട് ചെയ്തതല്ലോ. അതോ മറ്റുള്ള കുട്ടികൾ ചെയ്തു കൊടുത്തതല്ലേ. എനിക്കറിയരുത് കേട്ടോ. രാഹുലോ നിന്നെ ലവ് ചെയ്യുന്നൊന്നുമില്ല, എനിക്കറിയല്ല. ശരി ടീച്ചറെ, താങ്ക് യു ടീച്ചറെ. എടാ എബിന്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ എന്നെ ഉറ്റ കൊടുത്തല്ലേ. സോറിടാ, അത് ടീച്ചർ ചോദിച്ചപ്പോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? സോറി.